കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പേര് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ട് AICC സ്ക്രീനിംഗ് കമ്മിറ്റി സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെ 16 സീറ്റുകളിലേക്കും തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങൾക്ക് പേര് നിർദ്ദേശിക്കാം. സാധ്യതാ പട്ടിക തയ്യാറാക്കി വേഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനം. 14-ന് ചേരുന്ന UDF യോഗത്തിൽ സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് സാധ്യതാ പട്ടികയിലേക്ക് പേര് നിർദ്ദേശിക്കാൻ നേതാക്കളോട് ആവശ്യപ്പെട്ടത്. കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റിലേക്കും KPCC തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങൾക്ക് പേര് നിർദ്ദേശിക്കാം. കഴിഞ്ഞ ദിവസം ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ നടന്നിരുന്നു. പരസ്യമായി പേര് നിർദ്ദേശിക്കുന്നത് ഭിന്നതയ്ക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി നൽകാൻ നേതൃത്വം ആവശ്യപ്പെട്ടത്. 15-ന് ചേരുന്ന AICC സ്ക്രീനിംഗ് കമ്മിറ്റി പ്രഥമ യോഗം നിർദ്ദേശങ്ങൾ പരിശോധിക്കും. UDF സീറ്റ് വിഭജനം വൈകുന്നതാണ് നേതൃത്വത്തിന് പ്രധാന വെല്ലുവിളി. സീറ്റ് വിഭജനമൊക്കെ പെട്ടെന്ന് തീരും. അല്ല, അവരുമായി ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. 14-ാം തീയതി അന്തിമ തീരുമാനം ഉണ്ടാവും. അല്ല, എല്ലാം 14-ാം തീയതിക്ക് ശേഷം ഞങ്ങളുടെ UDFന്റെ സീറ്റ് വിഭജനം പൂർത്തിയാകുന്നതോടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം അതോടൊപ്പം ആരംഭിക്കും. ലീഗിന്റെ 3-ാം സീറ്റ് ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് അറിയിച്ചു കഴിഞ്ഞു. 3-ാം സീറ്റില്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകണമെന്ന ആവശ്യമാണ് ലീഗ് ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കാര്യം ഹൈക്കമാൻഡ് ശ്രദ്ധയിൽപ്പെടുത്താനാണ് KPCCയുടെ തീരുമാനം. 14-ന് ചേരുന്ന UDF ഏകോപന സമിതിയിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. അതിന് പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.